ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ആവശ്യമില്ലാതെ കിടക്കുന്ന മരത്തടികൾ കൊണ്ട് എങ്ങനെ ഗാർഡൻ മനോഹരമാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു മുളകൾ കൊണ്ടാണ് ഞാൻ ഇന്ന് ഗാർഡനിലേക്ക് ആവശ്യമായ പ്ലാന്റർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ വാർക്കൊക്കെ ഉപയോഗിക്കുന്ന മുളകളുണ്ടല്ലോ, അതാണ് കേട്ടോ ഇത്. അപ്പോൾ പണിക്കാരിങ്ങനെ കൊണ്ടുപോകാതെ ഇങ്ങനെ ഒരു നുറുമ്പിച്ച മുളകളുടെ പാർട്സുകളാണ് ഇതൊക്കെ. അപ്പോൾ അത് ഞാൻ എന്തായാലും ഗാർഡനിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇതാദ്യം തന്നെ സെയിം അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെയുള്ളൊരു വാൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതാണ് ആവശ്യമില്ലാതെ കിടന്നിരുന്ന ഒരു മരക്കഷ്ണം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ മുളക്ക് പകരം ഇപ്പം കേടായി കിടക്കുന്ന തെങ്ങിൻ്റെ തടികൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഈ ഒരു പ്ലാന്റർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇതൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ജസ്റ്റ് ഇതിനൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ഇതിന് അടിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ റെഡ് വൈറ്റ് ആ ഒരു കോംബോയിലാണ് ഇത് അടിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പെയിൻറ്റ് ഇനാമൽ പെയിൻ്റാണ്. ഇനാമൽ പെയിൻ്റ് ആകുമ്പോൾ കുറച്ച് തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഏത് പെയിൻറ്റ് വേണമെങ്കിലും നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ആ വൈറ്റ് പെയിൻ്റ് അടിച്ച മുളകുമ്പോൾ കുറച്ച് ഇതുപോലെ റെഡ് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിങ്ങനെ ഒലിച്ചു പോയിട്ട് ഒരു കുളമായ പോലെ ആയി. എന്നാലും വലിയ കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പെയിൻ്റ് അടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. 5 പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പീസ് മാത്രം ഈ ഒരു പ്ലാന്റർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു കോർണറിലാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാനത് 3 അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കുന്ന 3 പോട്ടുകളാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാനിങ്ങനെയാണ് സെറ്റ് ചെയ്തത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് അധികമൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു റോ പോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ചിലപ്പോൾ ഇതിലും ഭംഗിയുണ്ടാവുമെന്ന് തോന്നുന്നു. പക്ഷെ ഞാനിപ്പോൾ ഇത് കോർണറിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.